പല 3D ഡ്രോയിങ്സും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു 3D ഡ്രോയിങ് വരച്ചാലോ എന്നുള്ള ചിന്ത വന്നത്. അപ്പോൾ ഞാൻ വരച്ച് വന്നത് 3D ആയോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പലരും നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ B.Ed ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിലും ഇപ്പോൾ പറയത്തക്ക ജോലിയൊന്നുമില്ല. വല്ലപ്പോഴും സ്കൂളിൽ നിന്ന് വിളിക്കുമ്പം പോവും. അല്ലാതെ ചില സമയത്ത് ട്യൂഷൻ എടുക്കാറുണ്ട്, ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അങ്ങനെയല്ലാതെ പെർമനൻ്റായിട്ടുള്ള ഒരു ജോലി എനിക്ക് ഇതുവരെ ആയിട്ടില്ല. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. എങ്കിലും എനിക്ക് 100-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എനിക്ക് ഒരു സബ്സ്ക്രൈബർ പോലും ആവുമെന്ന്. എൻ്റെ കണ്ടൻറ്റുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കൂടെ എനിക്കറിയില്ലായിരുന്നു. പിന്നെ ക്രാഫ്റ്റിനോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ക്രാഫ്റ്റിൽ മാത്രം ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ക്രാഫ്റ്റ് ഐഡിയാസും സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ കുറേ പേരെന്നെ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് ഒരു ഏണിങ് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മേനെ ഒന്ന് സഹായിക്കുക, ഇത്രയും നാളും വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അവരും എൻ്റെ അടുത്ത് നിന്ന് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷേ സ്വന്തമായിട്ട് ഞാൻ ഏൺ ചെയ്തിട്ട് അതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ടാവും. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. എല്ലാത്തിനും സർവേശ്വരൻ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.